എങ്ങനെയുണ്ടായി പരിപാടികൾ മറ്റുകൾ? എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് വർഷമായിട്ട് ട്രിവാൻഡ്രത്തുള്ളതാണ്, വർക്കിനൊക്കെ ആയിട്ട് വരുന്നതാണ്. പക്ഷെ ഇതുവരെ പൊങ്കാല ഇടാൻ സാധിച്ചിട്ടില്ല. എല്ലാം ഈ വർഷം എല്ലാം ഒത്തു വന്നു, അടിപൊളിയായിട്ട് പൊങ്കാല ഇട്ടു. ക്ഷീണം നമ്മൾ എക്സ്പെക്റ്റഡ് ആയിരുന്നു. അല്ലാതെ നമുക്ക് ഈ പുകയൊക്കെ അടിച്ചപ്പോൾ തളർന്നു ആവൊക്കെ പരിപാടികളിലായിരുന്നു. പക്ഷെ നമ്മൾ എക്സ്പെക്റ്റഡ് ആയിരുന്നു. പുക അടിക്കുക കൺജസ്റ്റഡ് ആയിരുന്നു അവിടെ ഭയങ്കര. അപ്പം എല്ലാവരുടെയും കാലത്ത് നിന്നുള്ള പുക എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ ജസ്റ്റ് കണ്ണൊക്കെ വെള്ളം വന്ന് അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നടന്നു. തിരക്കുകളുണ്ടായിരുന്നു. ഓ, നല്ല തിരക്കുണ്ടായിരുന്നു. ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ ഓർമ്മകൾ എന്തൊക്കെയായിരുന്നു? ഓ, ഞാൻ ആദ്യമായിട്ടാണ് പൊങ്കാല എടുത്തത്. പിന്നെ ഇങ്ങനെ എനിക്ക് ഓർമ്മ. എന്നാലും പഴയകാല കുട്ടിയായിരുന്നപ്പോൾ ചേട്ടൻ്റെ വീട് ഇവിടെ അല്ല, ഇവിടെ തൃശ്ശൂരാണ്. പിന്നെന്താ പരിപാടി? അല്ല, എന്താണ് പെട്ടെന്ന് ആറ്റുകാൽ പൊങ്കാല ഇടണം എന്നൊരു തോന്നൽ വന്നത്? പെട്ടെന്നുള്ള തോന്നലല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറേ വർഷമായിട്ട് ട്രിവാൻഡ്രത്തുള്ളതാണ്. എപ്പോഴും ഞാൻ കാണുന്നതാണ്, ഞാൻ വർക്കിന് വരുമ്പോഴൊക്കെ കാണുന്നതാണ് പൊങ്കാലൊക്കെ. പക്ഷെ ഇതുവരെ ഇടാൻ സാധിച്ചിട്ടില്ല. പെട്ടെന്നുള്ള തോന്നലൊന്നും അല്ല. നമ്മൾ ഗേൾസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ഒത്തു വരണം. അങ്ങനെ നമ്മൾ പെട്ടെന്ന് വിചാരിക്കുന്ന പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇടാൻ പറ്റുമ്പോൾ നമുക്ക് ഇടാൻ പറ്റത്തില്ല. അപ്പം എല്ലാം ഒത്തു വന്നത് ഈ ഒരു വർഷമാണ്. വർക്കും ഉണ്ടായിരുന്നില്ല, ഷൂട്ടില്ല, അതുപോലെ തന്നെ എല്ലാം ഒത്തു വന്നു, ടൈം എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഈ വർഷം ഇട്ട് നന്നായിട്ടിപ്പോൾ പോകണം. എനിക്ക് ഒരുപാട് നാളുള്ള ഒരു ആഗ്രഹമായിരുന്നു അമ്മയ്ക്ക് എനിക്ക്. പിന്നെ അതിന് സാധിച്ചു. ഒരുപാട് ആഗ്രഹമുണ്ട്, അതൊക്കെ പറയുന്നില്ല. ഒരുപാട് നാള് അവരുടെ സഹായത്തോടെ പൊങ്കാല സന്തോഷം. ആറ്റുകാൽ പൊങ്കാല എന്ന് കേൾക്കുമ്പോൾ ഒരു ഓർമ്മകൾ എന്തൊക്കെയാ? ഓർമ്മകൾ ഞാൻ ടി വിയിൽ കണ്ടുള്ള പരിചയമുള്ളൂ. ഞാൻ കണ്ടുക. അപ്പോൾ ഇവിടെ വന്നിങ്ങനെ ഇടുമ്പോൾ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചില്ല. വളരെ സന്തോഷം. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഉള്ള എക്സൈറ്റ്മെന്റ് ആണ്. എല്ലാവരും ഒന്നിച്ചിട്ട് നമ്മുടെ പേരോ വലിയ എല്ലാവരും ഒത്തുകൂടി ഇടുന്ന ഒരു ഓക്കെ, താങ്ക് യു. നല്ല ബുദ്ധിമുട്ടില്ല, കണ്ണിലും ശ്വാസം വലിക്കാൻ പറ്റുന്നില്ല, കണ്ണൊക്കെ എഴുതിയിരിക്കുക. പക്ഷെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ സന്തോഷമുണ്ട്. ആറ്റുകാൽ പൊങ്കാല എന്ന് കേൾക്കുമ്പോൾ ആദ്യം വരുന്ന ഓർമ്മകൾ എന്തൊക്കെയാണ്? അതാ ഞാൻ പറഞ്ഞു, ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്കങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല. നമ്മൾ ന്യൂസിലും ചാനലിലൊക്കെ കണ്ടിട്ടുള്ള, പത്രത്തിലൊക്കെ കണ്ടിട്ടുള്ള പറഞ്ഞു വരുമ്പം സ്ത്രീകളുടെ ഒരു എന്താ ശബരിമലയാണ് ആറ്റുകാൽ പൊങ്കാല എന്നല്ലേ പറയുന്നത്. അതിപ്പം ലിറ്ററലി അത് കാണാൻ പറ്റും. കാരണം ഒരുപാട് പേര് എവിടെ നോക്കിയാലും നമ്മുടെ കേരള സാരിയിൽ നല്ല സുന്ദരിമാരായ ചേച്ചിമാരും അനിയത്തിമാരും എല്ലാവരും അമ്മമാരും എല്ലാവരും കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ഓഡിയൻസ് ഇൻട്രാക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കുറേ കാര്യങ്ങൾ ഞാൻ ഇതിനെപ്പറ്റി ചോദിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പത്തനംതിട്ട നിങ്ങളുടെ സ്വന്തം ജലജ. ആദ്യമായിട്ടാണ് ആറ്റുകാൽ പൊങ്കാലയിൽ വരുന്നത്. ഏഷ്യാനെറ്റ് ഫാമിലിയോടൊപ്പം പൊങ്കാല ഇടാൻ നമ്മൾ പൊങ്കാല ഇടാൻ വേണ്ടി പോവാണ്. അത് ഇടാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇവിടെ കേരളത്തിലെ ഒരു വലിയ ഫെസ്റ്റിവൽ പോലാണ് തിരുവനന്തപുരത്ത് പ്രത്യേകിച്ചും എല്ലാ സ്ത്രീകളും ഇന്ന് വളരെ പ്രാർത്ഥനയോടെയും ഭക്തിയോടെയും ഇടുന്നൊരു ഇതാണ് പൊങ്കാല എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച്. പൊങ്കാല ഞാൻ ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആക്ച്വലി എല്ലാവരും വളരെ ഭക്തിസാന്ദ്രമായിട്ട് ആറ്റുകാൽ പൊങ്കാല ആഘോഷിക്കുന്നത് ചെറിയ പ്രായം തൊട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ട് ട്രിവാൻഡ്രത്ത് വന്ന് പൊങ്കാല ഇടാൻ സാധിച്ചത് ഭയങ്കര സന്തോഷമാണ്. പരിചയപ്പെടുത്തിയിട്ട് തുടങ്ങി. ഞാൻ ആക്ച്വലി ഇന്ന് പൊങ്കാല ഇടുന്നില്ല. ഞാനിങ്ങനെ എല്ലാം ഒന്ന് ജസ്റ്റ് കവർ ചെയ്ത് ഒരു ആങ്കറായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം. നമ്മൾ ഏഷ്യാനെറ്റ് കുടുംബത്തിനോടൊപ്പം ഇവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇപ്പോൾ നമ്മൾക്കിതേ തീ എല്ലാവർക്കും എത്തി തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ തീ കത്തിച്ച് തുടങ്ങും. സോ വെയിറ്റിംഗാണ്. പൊങ്കാല എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര ചെറുതിലേക്ക് ഇങ്ങനെ ആറ്റുകാലിന് അവിടെ പോയി പൊങ്കാലയിടും, അമ്മയുടെ കൂടെ പോകുന്നു, വളം മേടിക്കുന്നു, ഇങ്ങനത്തെ കുറേ മെമ്മറീസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ മാറി, ഒരുപാട് മാറി. പിന്നെ ദൈവം സഹായിച്ചുകൊണ്ട് നമുക്കധികം വെയിലില്ല, അതുകൊണ്ട് അധികം ടയേർഡ് ആവുന്നില്ല ആരും. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. അതേ നമുക്കിവിടെ അടുത്തൊക്കെ കത്തിച്ച് തുടങ്ങി. അപ്പം ഇനി അങ്ങോട്ട് പോട്ടെ. ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഒന്നായിരുന്നു
ഓബ്വിയസ്ലി ചെറുതിലത്തെ സമയം ഈ കളിപ്പാട്ടത്തിനും വളയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ അമ്മയുടെ പുറകെ നടന്ന് വാങ്ങിച്ചു തരുമോ എന്നിട്ട് ഈ സ്പോട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും പിന്നെ അന്നൊക്കെ ഇങ്ങനെ തലേ ദിവസം നമ്മൾ അവിടെ പോയി നിന്ന് അങ്ങനെയൊക്കെയായിരുന്നു. അതൊക്കെ ഇപ്പം മാറി. അതാദ്യം ഓർമ്മ വരുന്നത്. പൊങ്കാല വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പൊങ്കാല വിശേഷം എന്താ കണ്ടില്ല, അവിടെ ദീപം കൊളുത്താൻ പോവാ, സമയമായി. ആണോ? അല്ല ചേച്ചി, പൊങ്കാല ഓർമ്മകൾ എന്തൊക്കെയാണ്? ആദ്യം മനസ്സിലേക്ക് വരുന്നത് എന്തൊക്കെയാണ് പൊങ്കാല എന്ന് പറയുമ്പോൾ? അഭിനയിക്കാൻ ഇറങ്ങി, സീരിയൽ അഭിനയിക്കാൻ ഇറങ്ങി ആ വർഷം തൊട്ട് ഈ വർഷം വരെയാണ്. അതിനിടയ്ക്ക് കൊറോണ സമയത്ത് മാത്രം വീട്ടിൽ നിന്ന് ഇട്ടു, ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. എന്നാലും ഞാൻ വീട്ടിൽ നിന്ന് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഇതുവരെ മുടങ്ങിയിട്ടില്ല. പൊങ്കാല വിശേഷങ്ങൾ കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം എന്തായിരിക്കും? എന്നെ സംബന്ധിച്ച് ഞാൻ സീരിയലിൽ അഭിനയിക്കാൻ വന്നതുകൊണ്ടാണ് ഞാൻ പൊങ്കാലയെക്കുറിച്ച് കൂടുതൽ ഞാൻ ട്രിവാൻഡ്രത്താണ് ആദ്യം തുടങ്ങിയത് ഷൂട്ടിങ്ങിന് സീരിയലിൻ്റെ. അപ്പോഴാണ് ഞാൻ പൊങ്കാലയെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. അപ്പോൾ ആ വർഷം തൊട്ട് ഇടാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പൊങ്കാല എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ട് ചെയ്യാൻ ഇറങ്ങിയതാണ്. ഓക്കെ, ഞാൻ അർച്ചന കൃഷ്ണ, കാതോട് കാതോട് മരിച്ചത്. ഇതെന്നെ രണ്ടാമത്തെ പൊങ്കാലയാണ്. ഫാമിലിയുടെ കൂടെ എല്ലാ ഒരുപാട് സന്തോഷമുണ്ട്, ഭയങ്കര എക്സൈറ്റഡിലാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന ഓർമ്മകൾ എന്തൊക്കെയാണ്? ആറ്റുകാൽ പൊങ്കാല വരുമ്പോൾ ചെറുതിലെ എനിക്ക് താലപ്പൊലിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഓർമ്മകളാണ് വരുന്നത്. എൻ്റെ വീടിൻ്റെ കൈതമുക്കാണ്, അവിടെ നിന്ന് മണക്കാട് വരെ നടന്ന് ഒക്കെ പോകുമായിരുന്നു. ഭയങ്കര ആ ഒരു വർഷത്തിലൊരിക്കൽ വരുന്നതല്ലേ. അപ്പോൾ അതിനു വേണ്ടി എല്ലാ വർഷവും വെയിറ്റിംഗ് ആയിരുന്നു കുഞ്ഞു കുട്ടിയായിരുന്ന സമയത്ത്. ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ പൊങ്കാലയാണ്. ഇടയ്ക്ക് 2020 ഞാൻ ആദ്യമായിട്ട് പൊങ്കാല ഇടുന്നത്. അത് കഴിഞ്ഞ് അപ്പൂപ്പൻ്റെ മരണം അങ്ങനെ ഓരോ കാര്യങ്ങൾ മുടക്കം വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അതിന് എത്രയോ വർഷം ഗ്യാപ്പിട്ട് ഇപ്പോഴാണ് എനിക്ക് പൊങ്കാല ഇടാൻ പറ്റുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. ഇന്നലെ തന്നെ ഒത്തിരി പേര് തലേ ദിവസമേ പല സ്ഥലങ്ങളിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുവാണ്. അതും നമ്മുടെ ഗിന്നസ് റെക്കോർഡിൽ കയറിയ ഒരു അമ്പലം കൂടിയാണ് നമ്മുടെ ആറ്റുകാൽ ദേവി ക്ഷേത്രം. ആ ഒരു അമ്പലത്തിൽ എനിക്ക് പൊങ്കാല ഇടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പൊങ്കാല ദിവസമായിട്ട് പ്രേക്ഷകരോടെന്നാണ് പറയാനുള്ളത്. ഒത്തിരി പേര് ഇവിടെ പൊങ്കാല ഇടാനായിട്ട് വന്നപ്പോൾ ഒരുപാട് പേര് വന്ന് സംസാരിച്ചു. ഭയങ്കര സന്തോഷത്തിലാണ്. ഞാൻ ഫസ്റ്റ് ടൈം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്, നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആഗ്രഹമൊക്കെ മനസ്സിൽ വിചാരിച്ച് പൊങ്കാലയിടാണെന്നുണ്ടെങ്കിൽ നോക്കട്ടെ. എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം? അത് പറയാൻ പറ്റില്ല, അത് ദൈവത്തിനോടെ പറയൂ. ഇവിടെ കണ്ടിട്ട് ഉള്ള ഇത് എങ്ങനെയുണ്ട്? മൊത്തത്തിൽ ആദ്യമായിട്ടല്ലേ വരുന്നത്? ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പോൾ നല്ല തിരക്കായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. കാരണം കൊണ്ടുവരാനേ കുറച്ചും കൂടെ കഴിയുമ്പോഴാണ് ഇനി വീടും ഒക്കെ എന്തായാലും ദൈവത്തിന് വേണ്ടിയല്ലേ. പൊങ്കാല എന്ന് കേൾക്കുമ്പോൾ ആദ്യം വരുന്ന ഓർമ്മകൾ എന്തൊക്കെയാണ്? ആറ്റുകാൽ പൊങ്കാല തിരക്കാണ് മനസ്സിൽ ആദ്യം വരുന്നത്. പിന്നെ അതെ ഏറ്റവും കൂടുതൽ നമുക്ക് എന്തോ റെക്കോർഡൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ. ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്നത് ഈ ഒരു ക്രൗഡാണ് ആദ്യം വരുന്നത്. അപ്പോൾ ഇതൊരു തുടക്കമാവട്ടെ, ഇനി മുന്നോട്ട് വർഷങ്ങളിൽ ഇടാൻ പറ്റട്ടെ. മുന്നോട്ടുള്ള വർഷം എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചേച്ചിയുടെ? ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന ഓർമ്മ എന്തൊക്കെയാണ്? പൊങ്കാല അർപ്പിച്ചൊരു ശ്രീരാർത്ഥത്തിൽ കഴിഞ്ഞപ്പോൾ ഓർമ്മകൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഓർമ്മ ചിപ്പി ചേച്ചിയാണെന്ന് പറഞ്ഞു. ഒരു ആക്ട്രസ്റ്റ് പറഞ്ഞത്. അപ്പോൾ അതിനോടൊക്കെ ഇങ്ങനെ നോക്കിക്കാണുന്നു. സന്തോഷമുണ്ട്. പൊങ്കാല വരുമ്പോൾ ഓർക്കുന്നുണ്ട് സന്തോഷം. ശരി, താങ്ക് യു.
ചേച്ചി പൊങ്കാല കഴിഞ്ഞിരിക്കുകയാണ്, വിശേഷങ്ങൾ എന്തൊക്കെയാണ്? നന്നായിട്ട് തന്നെ പൊങ്കാല അർപ്പിക്കാൻ സാധിച്ചു, അതിലൊരു സന്തോഷമുണ്ട്. പിന്നെ എല്ലാ കൊല്ലത്തും ഇത്തവണയും പൊങ്കാല ഇടാൻ ദേവി അനുഗ്രഹിച്ചു, അതാണ് ഏറ്റവും വലിയ സന്തോഷം. അടുത്ത കൊല്ലം ഇടാൻ സാധിക്കണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ്. അമ്മയോടത്താണ് പൊങ്കാല? അതെ. ഓക്കെ. ഈ പൊങ്കാല എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടി എത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആറ്റുകാലമ്മയെ തന്നെയാണ് ആദ്യം ഓർമ്മ വരുന്നത്. നമ്മൾ പൊങ്കാല അർപ്പിക്കുക എന്നുള്ളതാണ്, അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ്. എല്ലാ വർഷവും വരാറുണ്ടോ? പറ്റുന്ന വർഷങ്ങളിലെല്ലാം വരാറുണ്ട്. ഇടയ്ക്ക് മുടങ്ങിയിട്ടുണ്ട്, കഴിഞ്ഞ വർഷമൊന്നുമില്ല, ഇടയ്ക്ക് മുടങ്ങിയിട്ടുണ്ട്, പക്ഷെ പറ്റുന്നൊക്കെ വരാറുണ്ട്. ഇത്തവണത്തെ പൊങ്കാല എങ്ങനെയുണ്ടായിരുന്നു? ആറ്റുകാൽ പൊങ്കാല നല്ലായിരുന്നു. ഇപ്രാവശ്യം ചൂടുണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ലായിരുന്നു. പ്രതീക്ഷിച്ച് വിചാരിച്ചു ഒത്തിരി ചൂട് കാരണം ഇങ്ങനെ ടയേർഡാകുമെന്ന് വിചാരിച്ചു, പക്ഷെ അങ്ങനെ ടയേർഡാകുന്നില്ല. ഇനിയിപ്പോൾ എന്തൊക്കെയാണ്? ഇനി ഇത് ക്ഷേത്രത്തിൽ പോകുന്നുണ്ടോ? ഇല്ല, വൈകുന്നേരത്തേക്ക് തിരക്കൊക്കെ ഒന്ന് മാറിയിട്ട്. ഇന്നിപ്പോൾ എല്ലാവരും പുറത്തുനിന്ന് വന്നവർക്കാണ് ശരിക്കും ഇവിടെ തൊഴാനും ഒക്കെ ആയിട്ട്. നമ്മളിവിടെ എപ്പോഴും തൊഴുന്നതാണ്. ഞാൻ എറണാകുളത്താണ്, എന്നാലും ഷൂട്ടിനൊക്കെ വരുമ്പോൾ ഞാൻ എപ്പോഴും ഇവിടെ വരുന്നതാണ്, നാട്ടുകാരിൽ തൊഴുന്ന ആളാണ്. അപ്പോൾ നമ്മളൊന്ന് ഇച്ചിരി ഒന്ന് ഒതുങ്ങി നിൽക്കാം, അവിടെ നിന്ന് നമ്മളൊക്കെ വിട്ടായി വിചാരിച്ചു. ഓക്കെ.